23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് തുടക്കമാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ കരാറുകളിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ റഷ്യയും ഒപ്പുവെക്കുകയാണ്. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന നിർണായകമായ കരാറുകളിൽ തന്നെയാണ് ഇരു രാജ്യങ്ങളും ഏർപ്പെടുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ എന്നത് നമുക്കെല്ലാം അറിയാം. ഇപ്പോഴും വ്യാപാര, ഊർജ, സൈനിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഏർപ്പെടുകയും ആ കരാറുകളിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ പോകുന്നത്. അതിനു മുമ്പ് ഇന്ത്യ റഷ്യ രാഷ്ട്ര തലവന്മാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത? 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയുടെ പ്രത്യേകത അത് നമുക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു പോകാം. പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് പ്രതിരോധ ബന്ധം എന്നുള്ളതാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ പ്രതിരോധ മേഖലയിൽ കാലങ്ങളായി തുടരുന്ന സൗഹൃദമുണ്ട്. ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന പല യുദ്ധ ഉപകരണങ്ങളും അതിൽ S-500 പോലെയുള്ള അടുത്ത തലമുറയിലേക്കുള്ള വിമാനങ്ങൾ, അല്ലെങ്കിൽ സുഖോയ് പോലെയുള്ള വിമാനങ്ങൾ, ഇപ്പോൾ ബ്രഹ്മോസ് പോലെയുള്ള വിമാനങ്ങൾ, അല്ലെങ്കിൽ ബ്രഹ്മോസ് പോലെയുള്ള ആയുധങ്ങൾ, ഇതെല്ലാം ഇന്ത്യയുടെ പടക്കപ്പലുകളാകട്ടെ, ഇന്ത്യൻ കരസേനയുടെ യുദ്ധ ഉപകരണങ്ങളാകട്ടെ, നാവികസേനയുടെ ഉപകരണങ്ങളാകട്ടെ, അതിലൊക്കെ റഷ്യയാണ് ഏറ്റവും മികച്ച പങ്കാളി എന്ന് പറയാൻ സാധിക്കും. ആ പ്രതിരോധ മേഖലയിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർണായകമായ ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. മറ്റൊന്ന് ഊർജ്ജ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ആണവ ഊർജ്ജം തന്നെയാണ്. നിലവിൽ കൂടംകുളം ആണവ നിലയം പരിശോധിച്ചാൽ പോലും അതിൻ്റെ സാങ്കേതിക പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ റഷ്യൻ ആണവ നിലയങ്ങൾ ആണ് എന്നും ആണവ കമ്പനികളാണ് എന്നും നമുക്കറിയാം. അങ്ങനെ ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയെ കൂടുതൽ കരുപ്പിടിപ്പിക്കുക, ഒപ്പം ഈ റഷ്യയുടെ ആണവ ടെക്നോളജി, ആ ടെക്നോളജി ഇന്ത്യക്ക് കൈമാറുക, അങ്ങനെ ഇന്ത്യക്ക് തദ്ദേശീയമായി തന്നെ ചെറുകിട ആണവ റിയാക്ടറുകൾ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ക്രമീകരിക്കുക. ഇതൊക്കെ ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വ്യാപാര ബന്ധം എന്നത് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. വ്യാപാര ബന്ധം ഇപ്പോൾ തന്നെ റഷ്യയുമായി ഏറ്റവും നല്ല രീതിയിൽ തുടരുന്ന ഒന്ന് തന്നെയാണ്. ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന മറ്റു വിഷയങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വ്യവസായം ആണ്. ഇന്ത്യ വ്യാപാര വ്യവസായ മേഖലകളിലെ ഏറ്റവും നല്ല പങ്കാളിയാണ് റഷ്യ. ഒപ്പം സാങ്കേതിക വിദ്യ, നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ടെക്നോളജിയിൽ മുന്നിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇന്ത്യയും ടെക്നോളജിയിൽ മുന്നിലാണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ടെക്നോളജിയും അതോടൊപ്പം തന്നെ റഷ്യയുടെ ടെക്നോളജിയും അത് പരസ്പരം എങ്ങനെ കൈകോർക്കാം, കൂടുതൽ കരുപ്പിടിപ്പിക്കാം എന്നത് ചർച്ച ചെയ്യും. മറ്റൊന്ന് ബഹിരാകാശ പരിവേഷണം എന്നുള്ളതാണ്. ഇന്ത്യ വലിയ കുതിപ്പാണ് ഇപ്പോൾ ബഹിരാകാശ പരിവേഷണ രംഗത്ത് നടത്തുന്നത്. നമ്മൾ പലപ്പോഴായി അത്തരം പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് നിർമ്മാണത്തിന് വേണ്ടി വരുന്ന ചെലവ് പോലും ഇല്ല നമ്മുടെ ഇന്ത്യയുടെ പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ബഹിരാകാശ പരിവേഷണത്തിന് എന്നത് നമ്മൾ പലപ്പോഴായി വാർത്തകളിൽ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബഹിരാകാശ പരിവേഷണ രംഗത്ത് അടക്കം സഹകരണം ശക്തിപ്പെടുത്തുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആണ് ഈ ചർച്ചയിൽ ഉച്ചകോടിയിൽ പ്രധാനമായും ഉരുത്തിരിഞ്ഞു വരുന്നത്. മറ്റൊന്ന് എന്നത് പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുക എന്നതുള്ളതാണ്. സാധാരണ നിലയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന ഒന്നാണ് ഗതാഗതം, ഒപ്പം ഖനനം, തൊഴിൽ, ആരോഗ്യമേഖലയിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ മെഡിസിനുകളുടെ നല്ലൊരു വിപണി കൂടിയാണ് റഷ്യ. റഷ്യയിലേക്ക് ഇപ്പോൾ തന്നെ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം ഇത്തരം ചർച്ചകളിലാണ് ഈ നിക്ഷേപങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആധികാരികമായ ഇടപെടലുകൾ നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഈ പ്രസിഡന്റ് ഒറ്റയ്ക്കല്ല വരുന്നത്. പ്രസിഡന്റിനോടൊപ്പം വലിയൊരു സംഘം ഉണ്ടാകും. അതിൽ തന്നെ ഇപ്പോൾ ധനകാര്യ പ്രതിരോധ മന്ത്രിമാരുണ്ട്. അവിടുത്തെ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണർ, അതായത് നമ്മുടെ കേന്ദ്ര ബാങ്ക് എന്നത് റിസർവ് ബാങ്ക് ആണല്ലോ, അതുപോലെ റഷ്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണർ ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമായി, ഈ സംഘത്തിൻ്റെ ഭാഗമായുണ്ട്. അങ്ങനെ നിരവധിയായ ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം ആണ്. അവർ എണ്ണ, വാതകം, പെട്രോ കെമിക്കൽസ്, ബാങ്കിങ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കേന്ദ്ര ബാങ്കിൻ്റെ ഗവർണർ വരുന്നു എന്നത്, സ്റ്റീൽ, ഇത്തരം ഇടപാടുകളിൽ ഒക്കെ കൂടുതൽ കരാറുകളിൽ ഏർപ്പെടും. അതൊരു ബിസിനസ് കരാറുകൾ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് റഷ്യൻ പാർലമെന്റിന്റെ അധോസഭ ഡ്യൂമ എന്നാണ് അറിയപ്പെടുന്നത്. ആ ഡ്യൂമ ഈ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്.
അതുപോലെ തന്നെ ആണവ റിയാക്ടറുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റഷ്യൻ പ്രസിഡന്റിന് ഒപ്പുവെക്കുന്നതിന് വേണ്ടി അവിടുത്തെ മന്ത്രിസഭ, റഷ്യയുടെ മന്ത്രിസഭയും അംഗീകാരം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർണായകമായ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഏർപ്പെടും എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നൽകാനായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും പങ്കുചേരുന്നത്. രഞ്ജിത്തിലേക്ക് പോകുമ്പോൾ, രഞ്ജിത്ത്, വളരെ നിർണായകമാകുന്ന കൂടിക്കാഴ്ച, ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന കൂടിക്കാഴ്ച, പ്രത്യേകിച്ച് റഷ്യയുമായുള്ള സഹകരണത്തെ ചൊല്ലി അമേരിക്ക പിണങ്ങി നിൽക്കുന്ന ഒരു പശ്ചാത്തലം. എന്താണ് വിവരങ്ങൾ? USSRന്റെ കാലം മുതൽ നമുക്കറിയാം അഭിലാഷ്, ഇന്ത്യയും റഷ്യയും തമ്മിൽ നിലനിന്നിരുന്ന വിവിധ മേഖലകളിലെ ബന്ധം അത് 2030 കൂടി $100 ബില്യൺ ആക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്കാണ് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയും ഒപ്പം വ്ളാഡിമിർ പുടിനും തുടക്കം കുറിക്കുന്നത്. നമുക്ക് ഇന്ത്യയും റഷ്യയുമായുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കാനും അതിൽ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്, യൂറോപ്യൻ യൂണിയനെ പോലെയുള്ള ഒപ്പം അമേരിക്കയെ പോലെയുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിലൊന്ന്, റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. നമുക്കറിയാം അമേരിക്കയുടെ ഉപരോധവും മറ്റും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. നമുക്ക് ട്രംപും പുടിനും തമ്മിലുള്ള ബദ്ധശത്രുതയൊക്കെ നമുക്കറിയാം. പലപ്പോഴും പല സാങ്ഷൻസും പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തുന്നതിൽ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളിൽ ഒന്ന് റഷ്യയുമായുള്ള ബന്ധമാണ്. ഇന്ത്യയും ആ തരത്തിലുള്ള ഒരു സാങ്ഷൻ, അമേരിക്കൻ സാങ്ഷന് വിധേയരായി വരികയാണ്. പക്ഷേ അതൊക്കെ നമ്മുടെ സാമ്പത്തിക നയത്തിലൂടെ, കൃത്യമായ ക്രമീകരണത്തിലൂടെ അതൊക്കെ അതിജീവിച്ചു എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായും ഈ വിഷയത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ്. അതിന് ഇന്നലെ പുടിൻ ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് റഷ്യ എണ്ണ വാങ്ങുക എന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണ്. അതിനുള്ള അവകാശവും അധികാരവും അവർക്ക് പുതിയ ലോകക്രമത്തിൽ അവർക്കുണ്ട്. അത് അവരുടെ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് അത് വളരെ വലിയ തോതിൽ തുടരും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ ചർച്ചയെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി കാണേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇന്നലെ യൂറോപ്യൻ യൂണിയൻ അടക്കം ഇന്ത്യയോട് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ മോദി ഇടപെടണമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനോട് ആവശ്യപ്പെടണം എന്നുമായിരുന്നു. നമുക്കറിയാം ഇതിനു മുൻപ് 22ഓളം തവണ വിവിധ തരത്തിലുള്ള ചർച്ചകൾ, ടെലിഫോണിക് ചർച്ചയായാലും നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലായാലും ഒക്കെ പുടിനോട് മോദി ആവശ്യപ്പെട്ടത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുമുള്ളതാണ്. ഇക്കാര്യത്തിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ആവശ്യം മോദിയുടെ ഭാഗത്ത് നിന്ന് പുടിനോട് ഉണ്ടാകുമോ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പുടിൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് കൃത്യമായി തന്നെ തങ്ങളുടെ ലക്ഷ്യം സാധിക്കും വരെ, എന്താണോ യുക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് റഷ്യ ലക്ഷ്യം വെച്ചത്, താൻ ലക്ഷ്യം വെച്ചത്, അത് സാധിക്കും വരെ യുദ്ധം തുടരും എന്നുള്ളതാണ്. അതായത് തൽക്കാലം സമാധാന ശ്രമങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള മുന്നോട്ട് പോക്കുണ്ടാകില്ല എന്ന സൂചനകൾ കൂടി പുടിൻ നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇതിലൊക്കെ ഈ ഉഭയകക്ഷി ചർച്ചകളിൽ ഒപ്പം റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിയിൽ എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ സമാധാന ശ്രമങ്ങൾ അടക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചകൾ എന്നത്. ലോകത്തിന്റെ ശ്രദ്ധ തന്നെ ഇന്ത്യയിലേക്ക് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തുന്ന ആളല്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നു അക്കാര്യം. അതായത് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, ഉപയോഗിക്കുന്ന ശൗചാലയമാകട്ടെ, സഞ്ചരിക്കുന്ന വാഹനമാകട്ടെ, ഇതെല്ലാം അതീവ സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പുടിൻ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി റഷ്യയുടെ ഔദ്യോഗികമായ പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാർ ഓറസ് സെനറ്റ് ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. ഇത് പുടിന് യാത്ര ചെയ്യുന്നതിന് വേണ്ടി, ഇന്ത്യയിലെ യാത്രകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ അത്യാഡംബര വാഹനം അല്ലെങ്കിൽ അതീവ സുരക്ഷ ഉള്ള ഈ വാഹനം എത്തിച്ചത്. ലോകത്തിലെ തന്നെ അത്യാഡംബര കാറുകളിൽ ഒന്നാണ് ഈ ലിമസീൻ എന്നത്. ആദ്യമായിട്ടല്ല ഈ വാഹനം മാധ്യമ ശ്രദ്ധയിൽ ഇടം പിടിക്കുന്നത്. മുൻപ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുടിനൊപ്പം നരേന്ദ്രമോദി എത്തിയത് ഇതേ ലിമോസിനിൽ ആയിരുന്നു എന്നുള്ളതാണ്. അന്ന് പുടിൻ നരേന്ദ്രമോദിക്ക് വേണ്ടി കാത്ത് നിന്നതും അങ്ങനെ മോദി എത്തുന്നതും ആ വാഹനത്തിൽ കയറിപ്പോകുന്നതുമൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നൽകിയത്. റഷ്യൻ വാഹന നിർമ്മാതാക്കളായ ഓറസ് മോട്ടോഴ്സാണ് ഈ ഓറസ് സെനറ്റ് എന്ന വാഹനം നിർമ്മിക്കുന്നത്. 2018 രാജ്യാന്തര തലത്തിൽ പുറത്തിറക്കിയ ഈ വാഹനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഔദ്യോഗിക വാഹനം എന്ന നിലയിലാണ് പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. സാധാരണ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള വാഹനമാണ് പുടിനായുള്ള ഈ വാഹനം. കോർട്ടേജ് എന്നാണ് പുടിൻ്റെ ഉപയോഗത്തിനായുള്ള ഓറസ് സെനറ്റിന് പേര് നൽകിയിട്ടുള്ളത്. ഓറസ് സെനറ്റിൻ്റെ നീളത്തിൽ ഉള്ള ലിമസീൻ മോഡൽ ആണ്
പ്രസിഡന്റിന്റെ കാറായി ഉപയോഗിക്കുന്നത്. ആ വാഹനം ആണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ നിലയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഞ്ചരിക്കുന്നത് ഈ വാഹനത്തിലാണ്. ഈ വാഹനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ആ വാഹനത്തിന്റെ ഡോർ സംവിധാനങ്ങൾ ഉൾപ്പെടെ, അതായത് 5 ഡോറുള്ള സെഡാൻ രൂപത്തിലുള്ള വാഹനമാണ് ഈ ഓറസ് സെനറ്റ് എന്നുള്ളത്. ഇത് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കുന്ന വാഹനമാണ്. പക്ഷേ വ്ളാഡിമിർ പുടിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ അതിൽ ഒട്ടേറെ സുരക്ഷാ ഫീച്ചേഴ്സ് അധികമായി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. റോൾസ് റോയ്സ് ഫാൻഡമിനോടാണ് പുറംകാഴ്ചയിൽ ഈ വാഹനത്തിന് സാമ്യം എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1940കളിലെ സോവിയറ്റ് ലിമോസീനുകളിൽ ഒന്നായ ZIS 110 വാഹനത്തിൽ നിന്നാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. നമുക്കറിയാം, പലപ്പോഴും ഈ കാർ പ്രേമികളൊക്കെ പഴയ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്. ആ പഴയ വാഹനങ്ങളുടെ ഒരു രൂപഭാവം ആണ് ഈ വാഹനത്തിനും ഉള്ളത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ടത് ഈ വേണ്ടത്ര പ്രതിരോധ സംവിധാനങ്ങൾ ഇതിന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാൻ പറ്റുന്ന ബുള്ളറ്റ് പ്രൂഫ് സംവിധാനത്തോടു കൂടിയ വാഹനം ആണ് ഇത്. ഒപ്പം ബോംബ് സ്ഫോടനത്തെ പ്രതിരോധിക്കാൻ പറ്റുന്ന അടിഭാഗം ആണുള്ളത്. നമുക്കറിയാം, കുഴി ബോംബുകൾ പോലെ, അതായത് ഈ ലോക നേതാക്കളെ പലരെയും ആക്രമിക്കുമ്പോൾ നേരിട്ടുള്ളൊരു ആക്രമണമൊന്നും ആകണമെന്നില്ല. അപ്പോൾ താഴെ, അതായത് അടിഭാഗത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായാൽ പോലും ഈ വാഹനത്തിന് കാര്യമായ പരുക്ക് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒപ്പം നമുക്കറിയാം, ഈ വായു സഞ്ചാരം, അതായത് ഈ വാഹനത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിൽപ്പെട്ട് ഒരല്പസമയത്തേക്ക് ഒക്കെ അതിൽ തുടരേണ്ട സാഹചര്യം ഉണ്ടായാൽ, വാഹനത്തിൻ്റെ ചില്ലുകൾ അടച്ചിട്ട് വാഹനം ഓഫായാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയാം, നമുക്ക് ശ്വാസം മുട്ടും. എന്നാൽ ഈ വാഹനം അങ്ങനെയല്ല. അവിടെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പ്രത്യേക ഓക്സിജൻ ലഭിക്കുന്ന, അതായത് വായു എപ്പോഴും ലഭിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനമുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വേണ്ട അവശ്യഘട്ടത്തിൽ പ്രയോഗിക്കാനുള്ള ആയുധ ശേഖരം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടത്, സാധാരണ നിലയിൽ ലോക നേതാക്കളുടെ വാഹനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഡേറ്റകളൊന്നും സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി പുറത്തുവിടാറില്ല എങ്കിൽ പോലും ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത്. ഇനിയാണ് ആ ദൃശ്യങ്ങൾ പ്രധാനപ്പെട്ടതാവുന്നത്. അതായത് വിമാനത്താവളത്തിൽ റഷ്യൻ പ്രസിഡന്റ് എത്തുന്നു. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. വിമാനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ നരേന്ദ്രമോദി ചെല്ലുന്നു, ആശ്ലേഷിക്കുന്നു. പുടിൻ തന്നെ പറഞ്ഞത് അങ്ങനെ ഒരു സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാണ്. കാരണം ഔദ്യോഗികമായ സ്വീകരണം എന്നത് ഹൈദരാബാദ് ഭവനിലാണ് നടക്കുന്നത്. ഒരു ലോക നേതാവിനെ മറ്റൊരു ലോക നേതാവ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ബഹുമാനാർത്ഥമായ സ്വീകരണമായിട്ട് വേണം നമുക്ക് കാണാൻ. അതിനുശേഷം എല്ലാവരും പ്രതീക്ഷിച്ചത് പുടിൻ ഇറക്കുമതി ചെയ്ത, അല്ലെങ്കിൽ പുടിൻ ഇവിടേക്ക് എത്തിച്ച ആ വാഹനത്തിലായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതായിരുന്നില്ല. മറിച്ച് ഇന്ത്യ തയ്യാറാക്കിയ ഫോർച്യൂണർ വാഹനത്തിൽ ആണ് ഇരുവരും, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ വ്ളാഡിമിർ പുടിനും സഞ്ചരിച്ചത് എന്നതാണ് ഇപ്പോൾ ലോകം ഒന്നാകെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ മികവും നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളുടെ മികവും കൂടിയാണ് അതിന് കാരണം. അല്ല എങ്കിൽ ഇത്തരത്തിൽ ഒരു വാഹനം ഉപയോഗിക്കാൻ പുടിൻ തയ്യാറാകില്ല. ഈ വാഹനത്തെ അനുഗമിക്കുകയാണ് പുടിൻ്റെ അത്യാഡംബര വാഹനം ചെയ്തത് എന്നതാണ് പ്രാധാന്യം എന്നുള്ളത്. അതുകൊണ്ട് ലോക നേതാക്കളുടെ ഇത്തരം സഞ്ചാരങ്ങളും ഇത്തരം ചിത്രങ്ങളുമൊക്കെ കേവലം ചിത്രങ്ങളായി നമ്മൾ കണ്ടാൽ പോരാ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്തുകൂടി വിളിച്ചോതുന്ന ഒന്നാണ്. അതായത് ലോക നേതാക്കളിൽ ഒരാളായി നരേന്ദ്രമോദി മാറുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്താണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നു. അവിടെയാണ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ വ്ളാഡിമിർ പുടിൻ കയറുന്നത്. അതാകട്ടെ വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ വസതി വരെ അവിടെ പുടിൻ്റെ വാഹനം അതിനെ അനുഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രണ്ട് ലോക നേതാക്കൾ സഞ്ചരിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശവും വളരെ വലുതാണ്. കാരണം ഇപ്പോൾ അമേരിക്ക എപ്പോഴും ആവർത്തിക്കുന്നത് ഇന്ത്യ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുഡ് ഫ്രണ്ട് എന്നാണ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. പക്ഷേ ആ ഫ്രണ്ട് തന്നെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്ത്യക്ക് അധിക തീരുവ അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. അത് ഈ പുടിനുമായുള്ള സൗഹൃദം അല്ലെങ്കിൽ റഷ്യയുമായുള്ള സൗഹൃദം അതിൻ്റെ പേരിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം കൂടിയാണ് ഈ യാത്ര. അതായത് റഷ്യൻ പ്രസിഡന്റ് റഷ്യ എന്ന രാജ്യം തങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് ഈ ദൃശ്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ തന്നെയാണ് ഭാവിയിലും തീരുമാനം എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ യാത്രയിലൂടെ. അതിനെ പിന്താങ്ങുന്ന, അതായത് ഇന്ത്യയുടെ നിലപാട് എന്താണോ ആ നിലപാടിനൊപ്പമാണ് തങ്ങൾ എന്ന് പറഞ്ഞു വെക്കുകയാണ് പുടിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ തയ്യാറാക്കിയ വാഹനത്തിൽ പുടിൻ കയറി യാത്ര ചെയ്യുന്നത്. അത് ചെറിയ സന്ദേശം ഒന്നുമല്ല
ലോകത്തിന് നൽകുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് നൽകുന്നത്. അവിടെയാണ് റഷ്യയും ഇന്ത്യയും കൂടുതൽ കൈകൊടുക്കാൻ പോകുന്നത്. പുടിൻ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞത് റഷ്യ ഇന്ത്യയുമായും ചൈനയുമായും സഹകരണം മെച്ചപ്പെടുത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യ ചൈന ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള നീക്കങ്ങളും ഉണ്ടായേക്കും. എന്തായാലും ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ യാത്രയെ, പ്രത്യേകിച്ച് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരുമിച്ചുള്ള യാത്ര, ആ യാത്രയെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്.